മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ തലമുറയിലും ആരാധനയുടെ കേന്ദ്ര ബിന്ദു ഒന്നാണ്. കാലം മാറാം, രൂപം മാറാം, അനുഷ്ഠാനങ്ങൾ മാറാം, ആചാരങ്ങൾ മാറാം, പക്ഷെ ആരാധനയുടെ കാമ്പും കഴമ്പും മാറത്തില്ല. ആരാധനയുടെ കാമ്പും കഴമ്പും തലമുറയായിട്ടൊന്നാണ്. ഹാക്കിന്റെ ഉത്തമമായിരിക്കുന്ന യാഗം എന്ന് പറയപ്പെടുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. മോറിയ മലയിൽ കൊല്ലപ്പെട്ടതും ഒരു കുഞ്ഞാടാണ്. ഇസ്രായേൽ സംസ്കാരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരും അറുത്തതൊരു കുഞ്ഞാടിനെയാണ്. കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യാഗവും ഒരു കുഞ്ഞാടിന്റെ യാഗമായിരുന്നു. നിത്യതയിൽ എല്ലാ പ്രിയപ്പെട്ടവരും ആരാധിക്കുവാൻ പോകുന്നത് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിനെയാണ്. ബൈബിൾ ചരിത്രത്തിൽ ഉടനീളം ആരാധനയുടെ കേന്ദ്രം എന്ന് പറയപ്പെടുന്നത് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഹാബേലിന്റെ ചരിത്രം മുതൽ നിത്യത വരെയുള്ള ചരിത്രത്തിന്റെ താളുകളിൽ കാണപ്പെടുന്ന ശ്രദ്ധാകേന്ദ്രം, കേന്ദ്ര വിഷയം എന്ന് പറയപ്പെടുന്നത് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ശ്രദ്ധിക്കുക, ക്രിസ്ത്യാനിറ്റി ഈസ് ദ ഓൺലി റിലിജിയൻ. ക്രിസ്ത്യാനിറ്റി ഈസ് ദ ഓൺലി റിലിജിയൻ worshiping the wounded God, slaying lamb, suffering God. മുറിവേറ്റവനെ ആരാധിക്കുന്ന ഏക സമൂഹമാണ് നമ്മൾ. കാരണം മറ്റെല്ലാ സമൂഹങ്ങളും വെട്ടിപ്പിടിക്കുന്ന, ഒതുക്കുന്ന, പിടിച്ചടക്കുന്ന, വിജയിക്കുന്ന, അട്ടഹസിക്കുന്ന ആളുകളെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് മുറിവേറ്റവനെയാണ്. കാരണം മുറിവേറ്റവന് മാത്രമേ മുറിവേറ്റവരുടെ വേദന അറിയത്തുള്ളൂ. പിടഞ്ഞവന് മാത്രമേ പിടയുന്നവരുടെ ഹൃദയത്തിന്റെ നൊമ്പരം അറിയത്തുള്ളൂ. ജീസസ് ഈസ് ദ ഓൺലി ഗോഡ് ഐഡന്റിഫൈ വിത്ത് ദ പെയിൻ ഓഫ് ദ പീപ്പിൾ. ലോകത്തിലെ ഒരു ആരാധനയും മനുഷ്യന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. യേശു മാത്രമേ മനുഷ്യ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഏക ആരാധ്യൻ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സർവമത സമ്മേളനം നടന്ന ചിക്കാഗോ പട്ടണത്തിൽ നിന്നുകൊണ്ട് ഈ പീസീനാക്കിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് ക്രൈസ്തവ നേതാക്കന്മാരോട്, Christianity is not a celebrity religion. Christianity is not a celebrity religion because our leader is not chasing the crown. He is chasing the cross.